നമ്മളെ മണ്ഡലത്തിലെ ഒരാൾക്ക് നമ്മളിപ്പോൾ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ഏത് സന്ദർഭത്തിലും MLA എന്ന നിലയിൽ നിങ്ങൾക്ക് ഞാൻ ലഭ്യമാവും. ഈ വികസന കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നീട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വരും. ഈ അഴീക്കോട് ജനങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ അറിയാം, നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അഴീക്കൽ ഗ്രീൻഫീൽഡ് പോർട്ട് യാഥാർത്ഥ്യമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് 3ാം LDF സർക്കാർ വരും. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. KV സുമേഷ്. നമസ്കാരം. സ്വാഗതം. പുതിയ തെരുവിലെ ഈ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അവിടെ ഇത്തരത്തിൽ വ്യാപാരികളെ ആകെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്കഴിക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനത്തിലേക്ക് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പോയത്. വോട്ട് എന്ന് മാത്രം ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ അത്തരമൊരു തീരുമാനം ഏതെങ്കിലും ഒരു ജനപ്രതിനിധി എടുക്കുമോ? കറക്റ്റാണ് നിങ്ങൾ ചോദിച്ചത്. എന്നോട് പലരും ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ അങ്ങനെ. പക്ഷെ വികസന കാര്യത്തിൽ അതിൽ ഞാൻ പറയുന്നത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ അതിലൊരു ഒരു ഒരു പിന്നെ ഒരു കാര്യം എനിക്ക് അതിലൊരു തീരുമാനം എനിക്കുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ചെറിയ വിട്ടുവീഴ്ച ചെയ്താൽ അത് ഭാവിയെ വലിയ നിലയിൽ ബാധിക്കും. പുതിയൊരു ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പരിഷ്കാരത്തിന് തുടക്കം കുറിക്കാൻ പുതിയൊരു കാരണമായിട്ടുണ്ട്. പുതിയൊരുവിലെ യഥാർത്ഥ പ്രശ്നം, ഗവൺമെൻറ് ഒരു പദ്ധതി നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചു. പക്ഷേ ആ പദ്ധതിക്കെതിരെ 8, 9, 10 കേസുകളുണ്ടായി. ആ പദ്ധതി നടപ്പിലാക്കാൻ ഒരുപാട് വൈകും എന്ന നിലയിലേക്ക് വന്നു. പക്ഷേ പുതിയൊരുവിലെ ഈ ഗതാഗത കുരുക്കാണ് ഇപ്പം എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നിവേദനമായി കിട്ടിയ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഗതാഗത കുരുക്കിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ നിവേദനമായിട്ട് വന്നത്. സിറ്റി റോഡ് നടപ്പിലാകുന്നത് അങ്ങനെയാണ് നമ്മൾ ആലോചിച്ചിട്ട് അതിൽ ഈ പറഞ്ഞ പരിഷ്കാരം അത് എക്സാജറേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ വ്യാപാരികൾക്ക് വലിയ ദോഷമുണ്ടെന്നുള്ള അഭിപ്രായം ഇല്ല. ഞാൻ ഒട്ടേറെ ഇപ്പോൾ അന്ന് തന്നെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ കണ്ണൂർ വിഷൻ അവിടെ വന്നപ്പോൾ വ്യാപാരികളുടെ പ്രതികരണം നിങ്ങൾ എടുത്തിരുന്നു. ചുരുക്കം ഈ കട ഏതാണ്ട് ഒരു പകുതിയിലേറെ പോകുന്നത് 4-5 ആളുടെ കടയാണ്. ഭൂരിപക്ഷം ആളുടെ പോകുന്നില്ല, ചെറിയ പോർഷനാണ് പോകുന്നത്. പുതിയൊരു ടൗൺ നിലനിൽക്കണമെങ്കിൽ അവിടെ ഈ വികസനം അനിവാര്യമാണ്, വളരെ മസ്റ്റാണ്. അല്ലെങ്കിൽ ഭാവി പുതിയൊരു പട്ടണം എന്നത് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. ഈ പുതിയ തെരുവ് ആകെ മാറിപ്പോകുമോ, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു വികസനം വരുമോ, ഇതൊക്കെ ഒരു ഭയമായി രാഷ്ട്രീയമായ ഒരു ആക്രമണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണോ നമ്മൾ സംശയിക്കേണ്ടത്? തീർച്ചയായിട്ടും അതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു അജിറ്റേഷൻ അല്ല അവിടെ നടക്കുന്നത്, ആസൂത്രിതമായ അജിറ്റേഷൻ. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പുതിയൊരു വികസനത്തെ തടയുക എന്നുള്ളത് തന്നെയാണ്. അത് ഇപ്പോൾ ഉള്ള ആൾക്ക് ഗുണമാകുമോ എന്നുള്ള ലോജിക്കിലാണ് അവരെടുക്കുന്നത്. കാരണം ഇപ്പോൾ ഇലക്ഷൻ കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ ക്യാമ്പയിനും കാര്യങ്ങളും. വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ പുതിയൊരുവിൻ്റെ ചെറിയ പോർഷൻ മാത്രമേ ഈ വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ ആ പട്ടണം അതുപോലെ നിലനിൽക്കുന്നതിന് പുതിയൊരുയുടെ വികസനം അനിവാര്യമാണെന്ന അഭിപ്രായമാണ് ആ പുതിയൊരുവിലുള്ള ഭൂരിപക്ഷ ആളുകൾക്കുള്ളത്. പക്ഷെ അതിനെ അങ്ങനെയല്ലാതെ ഒരു രാഷ്ട്രീയ കണ്ണോടുകൂടി അതിനെ ചിത്രീകരിച്ച് ഈ വികസന നേട്ടം ഇപ്പോഴുള്ള MLAക്ക് ഗുണമാകുമോ, അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഏതെങ്കിലും കാര്യം നടപ്പിലാക്കാൻ പറ്റുമോ? ലോകത്തെ എല്ലാ ടൗണുകളും നവീകരണത്തിലൂടെ മാത്രമല്ലേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, അല്ലാതെ വ്യക്തിപരമായി നമുക്ക് അവർക്കും തമ്മിലുള്ള തർക്കം എന്തെന്നാ. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ ഒരു സ്റ്റാൻഡ്, അത് മുഖ്യമന്ത്രിയോട് നമ്മൾ ഈ പുതിയൊരുവിൻ്റെ വിഷയമൊക്കെ സംസാരിച്ചിരുന്നു. സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഞാനും കടന്നപ്പള്ളി മിനിസ്റ്ററും ഒക്കെ ആയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ഇരുന്നു. അപ്പോൾ ഈ വികസന കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നീട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വരും. പുതിയൊരുവിൻ്റെ ഈ വികസനം ഭാവി പുതിയൊരുവിന് വേണ്ടി തന്നെ ആ പട്ടണം ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ, വളരണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ സ്കീം നടപ്പിലാക്കുക എന്നുള്ളത് മസ്റ്റാണ്. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ MLAക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തങ്ങളുടെ MLA ഓഫീസിലേക്ക് BJPയുടെ ഒരു മാർച്ച് നടക്കുകയുണ്ടായി. അതിൽ പറയുന്ന ഒരു കാര്യം കേട്ടു. MLA ഫണ്ട് വിനിയോഗത്തിൽ, കാരണം പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നു, ഇതൊക്കെ തന്നെ കമ്മീഷന് വേണ്ടിയുള്ള
കാര്യങ്ങളാണ്. MLA ഫണ്ട് വാരിക്കോരി കൊടുക്കുന്നു, കമ്മീഷൻ അടിക്കുന്നു, അതിൽ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യമാണ് BJP ഉന്നയിക്കുന്നത്. ഈ MLA ഫണ്ട് ഇങ്ങനെ MLA വിചാരിച്ചാൽ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ കഴിയുന്നതാണോ? അത് അത് അതിൽ ഒന്ന് MLA ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു, ഗവൺമെൻറ് ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് എനിക്കൊന്നും ഈ പറഞ്ഞ ആളുകൾക്ക് വ്യക്തതയില്ല. അവർ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. ഒരു MLA കയ്യിലിരിക്കുന്ന ഫണ്ടെല്ലാം ആരെങ്കിലും വരുമ്പോൾ എഴുതി കൊടുക്കുന്നതല്ല. നമ്മുടെ അടുത്ത് ഒരു അപേക്ഷ റിക്വസ്റ്റ് തന്നാൽ ഒരാൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ പൊതുവിൽ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനം, റോഡ് മറ്റേ നമ്മളത് കലക്ടർക്കാണ് അഡ്രസ്സ് ചെയ്ത്, ഇപ്പോൾ ഇന്ന റോഡിന് 15 ലക്ഷം രൂപ അനുവദിച്ചു, അല്ല ആശുപത്രിക്ക് 25 ലക്ഷം അനുവദിച്ചു, അല്ല ഇന്ന സ്ഥലത്ത് ഇന്ന് സ്ഥാപിക്കാൻ അനുവദിച്ചു. അത് പരിശോധിക്കുന്ന ജില്ലാ കളക്ടറേറ്റിലാണ്. ജില്ലാ കളക്ടർ നമ്മളിപ്പോൾ എഴുതി കൊടുത്ത് 25 ലക്ഷം വേണോ, അവർ നേരെ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ ഒരു പരിധിയുണ്ട്. 50 ലക്ഷം വരെ ബ്ലോക്ക് പഞ്ചായത്ത്, 50 ലക്ഷത്തിന് മുകളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ വിഭാഗം. ഇവരാണ് ഈ കാര്യങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ എസ്റ്റിമേറ്റിന് ഏസ് തരേണ്ടത് ആരാ? കളക്ടറാണ്. ഈ കൊടുക്കുന്ന മുഴങ്ങിക്കേട്ട മറ്റൊരു ശബ്ദമുണ്ട്, പള്ളിക്ക് 1 കോടി രൂപ. പള്ളി, അതെ, ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ എഴുതി കൊടുത്തത് കളക്ടർ പരിശോധിച്ച് ഇത് AS നൽകണം. AS നൽകി പിന്നെ എന്നിട്ട് ടെക്നിക്കൽ TSന് വേണ്ടി സമർപ്പിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ എസ്റ്റിമേറ്റ് ഇത് മുഴുവൻ ചെയ്യുന്നത് ജില്ലാ കളക്ടറേറ്റും എഞ്ചിനീയർ വിഭാഗവും ചേർന്നാണ്. ഇത്ര തുകയിൽ ആവശ്യമുണ്ടോ എല്ലാ പരിശോധന അവർ നടത്തും. ആ പരിശോധന നടത്തി ടെൻഡറിലേക്ക് പോകും. ടെൻഡറിൽ പോയി അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോട്ട് എടുക്കുന്നു, ഒരു കരാറുകാരൻ എടുക്കുന്നു, ആ കരാറുകാരൻ ഇത് ചെയ്യുന്നു. ആ ചെയ്യുന്നതിൽ ഇതിലിടെ MLA ഇതിൽ പൈസ വാങ്ങേണ്ട എനിക്കറിഞ്ഞൂടെ. അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 5 വർഷക്കാലം വർക്ക് ചെയ്തിരുന്നു. ജില്ലയിൽ ഏതാണ്ട് ഒരു വർഷം 150-200 കോടി രൂപയുടെ പിന്നെ പ്രോജക്റ്റ് ഉണ്ടാവും ഒരു ജില്ലാ പഞ്ചായത്തിന് ഒരു സാമ്പത്തിക വർഷം. 5 വർഷം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, 1000 കോടിയുടെ പ്രോജക്റ്റുകൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണല്ലോ ഇതിൻ്റെ സാങ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ TSൻ്റെ ഇതൊക്കെ നൽകുക. കമ്മിറ്റി ഭരണസമിതിയാണല്ലോ നൽകുക. ഈ പ്രോജക്റ്റ് ഇതിലെവിടെ എനിക്കറിഞ്ഞൂടെ അഴിമതി നടത്തുന്നത് ഏത് ശീലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അറിഞ്ഞൂടാ. എന്തിനാണ് അങ്ങനെ ഏത് അന്വേഷണവും നടന്നോട്ടെ. ഞാൻ തന്നെ പറഞ്ഞു, ഏത് കാര്യം അഴീക്കോട് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടന്നിട്ടില്ല ഏത് കാര്യം പരിശോധിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. അവർക്കൊപ്പം ഉണ്ടാവും, ആ പരിശോധനയുടെ ഒപ്പം ഉണ്ടാവും. മാത്രമല്ല ഇതിൽ പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ അവർക്ക് MP മാരുണ്ട്, MLA മാരുണ്ട്, വാർഡ് കൗൺസിലർമാരുണ്ട്. അവരെല്ലാം ഇങ്ങനെയാണ് ചെയ്യൽ? കമ്മീഷൻ അടിക്കല? കമ്മീഷൻ അടിച്ചിട്ടാണോ ഈ കോർപ്പറേഷൻ തരുന്ന വാർഡിലേക്ക് തരുന്ന കൗൺസിലർക്ക് വരുന്ന പൈസ അവർ കമ്മീഷൻ അടിക്കുമോ? അങ്ങനെ കമ്മീഷൻ അടിച്ചാൽ പ്രവർത്തിക്കുന്നത്? അവരുടെ MP മാർ കമ്മീഷൻ അടിക്കല? അവരുടെ MLA മാർ കമ്മീഷൻ അടിക്കല? അങ്ങനെയാണെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന MLA മാരെല്ലാം ഇതുപോലെ കമ്മീഷൻ അടിച്ചിട്ടാണ് കാര്യം ചെയ്ത്. അവർ ഇങ്ങോട്ട് ചോദിക്കുമ്പം ചോദ്യം കുറേ അങ്ങോട്ട് വരുമല്ലോ. ആ ഉത്തരം അവർ പറയണ്ടേ? ഈ കമ്മീഷൻ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് ശീലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറയുന്നത്? ഇത് സാമ്പത്തിക വിഭാഗം വിജിലൻസ് ഉണ്ട്. ഈ കരാറുകാരൻ ചെലവഴിക്കുന്ന മുഴുവൻ തുകയും സാമ്പത്തിക വിഭാഗം വിജിലൻസ് പരിശോധിക്കും. ഓഡിറ്റിംഗ് ഇത് പരിശോധിച്ചിട്ട് ഇവർ ഇത്ര ചെയ്തില്ലയോ. ഇനിയല്ല, വർക്ക് നടക്കുമ്പോൾ ആക്ഷേപം ഉണ്ടെങ്കിൽ ആക്ഷേപം ഞാനിപ്പോൾ ഒരു പ്രത്യേക എല്ലാ സൈറ്റിലും പോയി പരിശോധിക്കാറുണ്ട്. ഈ സൈറ്റിൽ പോയി പരിശോധിക്കുന്നതിനാണ് MLA പോയി നിന്ന് വർക്ക് അടുപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. അതിൽ ഞാനൊരു പഠിച്ച ശീലം തരും. ഇപ്പം നമ്മൾ അതെന്നോട് പറഞ്ഞത് ഈ ബാലകരൻ കളക്ടറായും ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടക്കത്തിൽ നമ്മളൊരു സ്പോട്ടിൽ പോയാൽ, ഒരു വർക്ക് നടക്കുന്നതിൻ്റെ സ്പോട്ടിൽ MLA നിങ്ങൾ പോയാൽ അതിൻ്റെ മെച്ചം ആ വർക്കിലുണ്ടാവും. നമ്മൾ പോകുമ്പോൾ അലർട്ടാവും. എല്ലാ സൈറ്റിലും എഞ്ചിനീയർമാരുണ്ട്. ഇവർ ഈ പറയുന്ന പോലെയല്ല. MLA ഫണ്ടിൻ്റെ എല്ലാ സൈറ്റിലും ചുമതലപ്പെട്ട എഞ്ചിനീയർമാർ ആ സൈറ്റിൽ നിന്ന് പരിശോധിക്കണം. ആ പരിശോധിച്ചിട്ട് അവർ റിപ്പോർട്ട്, അതിലെന്ത് പാകപ്പിഴ പറ്റിയാൽ ആ എഞ്ചിനീയറാണ് റെസ്പോൺസിബിലിറ്റി, ആ വർക്കിൽ റെസ്പോൺസിബിലിറ്റി. പക്ഷേ അവരാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഒരു റോഡിന് ഇത്ര കോടി വേണമെന്ന് MLA അല്ല നിശ്ചയിക്കുന്നത്. ആ റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എഞ്ചിനീയറാണ്. എന്നിട്ടാണ് അത് കളക്ടറേറ്റിലേക്ക് അയക്കുന്നത്. എന്നിട്ട് AS കിട്ടുന്നു. പിന്നിട്ട് അത് TSലേക്ക് പോകുന്നു. ആ TS കിട്ടിയ വർക്കാണ് ടെൻഡർ ചെയ്യുന്നത്. സാമ്പത്തിക വിഭാഗം വിജിലൻസ് പരിശോധിക്കും. ചിറയുടെയൊക്കെ ആ സമയത്ത് തന്നെ, ഞാൻ വരുന്ന സമയത്ത് തന്നെ അതിലെന്തോ പരാതി വന്നിട്ട് വിജിലൻസ് എൻക്വയറിയൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അന്നേരം ഞാൻ MLA ആയിട്ട് വന്നതേ ഉള്ളൂ. അതിനു മുന്നേ അവിടെ ആരോ കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 വിജിലൻസ് പരിശോധന ചിറയുടെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു.
എന്നാൽ സാമ്പത്തിക വിഭാഗം വിജിലൻസ് ഇത് പരിശോധിക്കും, എല്ലാ വർക്കുകളും പരിശോധിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ എടുത്തു 5 വർഷമായി, ഇതുവരെ ഇല്ലാത്തൊരു, ഞാൻ അത്ഭുതപ്പെടുക. ഇവരെല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. ഇന്നലെ ഒരു ടീം പറഞ്ഞു, മുന്നേയുള്ളവർ നേരത്തെ ഉള്ളവർ പറഞ്ഞു, ഈ MLA എല്ലാത്തിനും കമ്മീഷനാണെന്നാണ് പറയുന്നത്. മുഴുവൻ കാര്യങ്ങൾ കമ്മീഷൻ. ഞാൻ ചോദിക്കുന്നത്, ഇതൊന്ന് നിയമപരമോ നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ? അങ്ങനെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല. എനിക്കറിഞ്ഞൂടെ ഇവരെന്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അതിലൊരു ഉദ്ദേശം അവർക്കുണ്ട്. രാഷ്ട്രീയമായിട്ട് അഴീക്കോട് MLA എന്നെ ഡാമേജ് ചെയ്യണം, മോശമായി ചിത്രീകരിക്കണം. ഇത്രയധികം വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ എൻട്രി. അപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ ചിലർ, ഇദ്ദേഹം മാത്രമല്ല വേറെ ചിലരും, മറ്റു ചില രാഷ്ട്രീയ പാർട്ടിയുടെ ചിലരും ഇങ്ങനെ ഈ നമ്മുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഡിവൈഡർ സ്ഥാപിച്ചല്ലോ, അത് ട്രാഫിക് കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ. അവരാണ് അത് പരിശോധിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡറൊക്കെ ചെയ്ത് നമ്മൾ വളവട്ടം ഭാഗത്തേക്ക് പോയല്ലോ, അതിൽ MLA കമ്മീഷൻ അടിച്ചു. ഇപ്പൊ നമ്മുടെ ഈ 1 വേ ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ചളിയും കുഴിയായിട്ട് ഇന്റർലോക്ക് വെച്ചല്ലോ, നമ്മുടെ വലിയ വാർത്തയല്ലേ അങ്ങോട്ട്. എല്ലാത്തിലും കമ്മീഷൻ അടിച്ചു എന്നുള്ള വാർത്ത ഇപ്പൊ ഇലക്ഷൻ ആകുമ്പോൾ ബോധപൂർവം അത് അപകീർത്തിപ്പെടുത്താനുള്ള, ഒരു മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. അത് 4 കൊല്ലം ഇത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒന്നും ഉണ്ടായില്ല. ഇതിപ്പോ ഈ വർക്കൽ ഇപ്പൊ മൂകാംബിക ക്ഷേത്രത്തിന്റെ പറയുന്ന കണ്ടു. മൂകാംബിക ക്ഷേത്രം MP രാജേഷ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തിട്ട് 2.5 ആയി. സ്കെൽട്ടൺ ഉള്ള ബിൽഡിംഗ്, അതിന്റെ എസ്റ്റിമേറ്റ് മുഴുവൻ തയ്യാറാക്കുന്ന ആരാ? ഇതിന്റെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിവിധ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർമാരല്ലേ. ഒരു MLA പറഞ്ഞ എനിക്ക് പൈസ ഉണ്ടാക്കണം, എന്നാൽ എഞ്ചിനീയർമാരോട് ചോദിക്കട്ടെ, പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞോ എനിക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കണമെന്ന് ഞാൻ പറയൂ? അല്ലെ, അതാ ഞാൻ ചോദിച്ചത്. ഇവർക്കെല്ലാം MLA-മാരും MP-മാരെല്ലാം ചെയ്യാതിരുന്നെങ്കിൽ ആരോപണങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അന്നേരം പറയും ഒന്നും ചെയ്തില്ല പറയില്ലേ. ഇതിപ്പോ ചെയ്തില്ല എന്നൊരു വികസനം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എടുത്തപ്പോൾ. പക്ഷെ കേരളത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ അതൊന്നും വിലപ്പോന്ന് എനിക്ക് തോന്നുന്നില്ല. വീടെടുത്തു, സ്ഥലം വാങ്ങിച്ചു. ഞാൻ സ്ഥലം വാങ്ങിച്ചു. ഞാൻ സ്ഥലം ഇത് എനിക്ക് ഇഷ്ടമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളരിക്കപ്പെട്ടണ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പാർട്ടീഷൻ, കുടുംബപരമായ പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ വീട് വെക്കണം എന്ന് ആലോചിച്ചു. നിയമസഭയിൽ MLA-മാർക്ക് വീട് വയ്ക്കുന്നതിന് വായ്പയുണ്ട്. ആ വായ്പ എടുത്തു. ചെങ്ങളായി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. പിന്നെ 2 ചിട്ടി കണ്ണൂരിലും പുതിയൂരിലും KSEF-ന്റെ 2 ചിട്ടിക്ക് ഞാൻ ചേർന്നു. ഞാനും ഭാര്യ ബാങ്കിൽ ഒരു ജോലി ചെയ്യാണ്. ഞാനത് പറഞ്ഞു കടക്കാരനാണ്. അല്ല, കുറച്ച് കടമെടുത്തു. കടം സ്വാഭാവികമായിട്ടും നിയമസഭയിലെ ലോണാകുമ്പോൾ പലിശ 4% മാത്രമേ, അത് MLA ആയിരിക്കുമ്പോഴേ കിട്ടൂ. പിന്നെ നമ്മൾ വ്യക്തിപരമായി ഞാനും നിങ്ങളൊക്കെ ഒരു കുടുംബമായി താമസിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച് താമസിക്കും. അത് അഴീക്കോട് മണ്ഡലത്തിൽ വന്നു, അവിടെ MLA ഞാനത് ഒരു വീട് വെച്ച് താമസിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാവരും ഈ ടൈപ്പിലാണ് ചിന്തിക്കുക. വെച്ചാൽ അതൊക്കെ നമ്മുടെ പാർട്ടിയിലൊക്കെ ആണെങ്കിൽ എടുക്കുന്ന സ്ഥലം ഏതാണെന്ന് എഴുതി കൊടുക്കണം, അതിൻ്റെ പെർമിഷൻ വാങ്ങണം, പ്ലാൻ പാർട്ടിക്ക് കൊടുക്കണം. എവിടെ നിന്നാണ് ഈ പൈസ നമ്മൾ പാർട്ടിക്ക് എഴുതി കൊടുക്കണം, എവിടുന്ന് എങ്ങനെയാണ് വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് പാർട്ടിയുടെ അനുമതിയോടുകൂടി മാത്രമേ നമ്മുടെ വീടെടുക്കാൻ പറ്റൂ. അല്ലാതെ എനിക്ക് തോന്നുന്ന പോലെ അങ്ങനെ എത്ര ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഇതിന് തയ്യാറാക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ ഘടകങ്ങളിലും നമ്മുടെ പാർട്ടി സംഘടനാ രീതിയാണ്. അത് അനധികൃതമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും. പാർട്ടിയുടെ ഓഡിറ്റിംഗ് ഉണ്ട്. എവിടെ എത്ര നമ്മളെല്ലാ വർഷവും നമ്മുടെ മെമ്പർഷിപ്പ് ഒതുക്കുമ്പോൾ നമ്മുടെ സ്വത്ത് വിവരം പാർട്ടിക്ക് കൈമാറണം. എത്ര രൂപ വാങ്ങിച്ചു, ഇപ്പം എങ്ങനെ വന്നു, എങ്ങനെ കിട്ടി, ഇതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ അല്ല എത്രയാണ് ഇപ്പോൾ ഉള്ളത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അത്ര സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഒരു പാർട്ടിക്കകത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സിസ്റ്റമൊന്നും അല്ല. അപ്പം അതെല്ലാം ബോധ്യപ്പെടുത്തി പിന്നെ ഇങ്ങനെയുള്ളത് കൊണ്ട് ഇവിടെ വീട് വയ്ക്കുന്നു, വീട് വെച്ച് അവിടെ താമസിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊരു കഥയുണ്ടാക്കിയിട്ട് ഇറക്കി അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഈ വീട് വെച്ചവർ മുഴുവൻ അങ്ങനെ. ഇപ്പോൾ ഒരുപാട് വീട് നമ്മളും ഈ ജില്ലയിൽ കാണുന്നില്ലേ, മനോജിനും അറിയാലോ, പലരും വീട് വെച്ച് വീട്ടുകൂടിയിലൊക്കെ നടന്ന് നമ്മളൊക്കെ പോയിട്ടുണ്ടല്ലോ. അവരെല്ലാം ഇങ്ങനെ അഴിമതി ചെയ്തിട്ടാ, ശരിയല്ലാത്ത കാര്യം ചെയ്തിട്ടാ വീട് വെക്കുക. ഇത് ഇലക്ഷൻ അടുപ്പിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള ആക്രമണം. കാരണം വികസന നേട്ടങ്ങൾ പറഞ്ഞിട്ട് LDF-നെ അഴീക്കോട് നേരിടാൻ ധൈര്യമില്ല. ആ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തി മോശമാക്കാനുള്ള ഒരു നീക്കം ഒരു കോണിൽ നിന്ന് ശക്തമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്.
എനിക്ക് ഒരു ആശങ്കയില്ല. അതിൽ UDF സ്വാഭാവികമായും അത് നടത്തും. അവരുടെ ഒരു മണ്ഡലം പിടിച്ചെടുത്ത ഒരു MLA ആണ് താങ്കൾ. അതിനൊപ്പം BJPയും കൂടി ചേരുന്നു എന്നുള്ളതാണ്. അതിലെന്താണ്? അതിന്റെ രാഷ്ട്രീയം എന്താണ്? അതിലൊരു സംശയം തോന്നുന്നുണ്ട്. എന്തിനാണ് ഇവരങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. എന്താണ് അവർ ഉദ്ദേശം എന്നുള്ളത് അതിൽ ചില സംശയിക്കാവുന്ന സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് കൂട്ടരും ഒരേ കാര്യമാണ് പറയുന്നത്. ഒരേ ടൈപ്പിലേക്ക് ഒരു സാധനത്തെ കൊണ്ട് ചെന്ന് എത്തിക്കുകയാണ്. അത് നമ്മൾ കാത്തിരുന്ന് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം അപകീർത്തിപ്പെടുത്തി മോശമാക്കിയിട്ട് അഴീക്കോട് മണ്ഡലം അത് എനിക്ക് തോന്നുന്നു ബൂമറാങ്ങായിട്ട് അവർക്ക് തിരിച്ചടിക്കും. ഈ അഴീക്കോട് ജനങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഈ വീട് പണി എടുക്കുന്നത് രഹസ്യമായിട്ട് വീട് പണി എടുത്തതല്ലല്ലോ. വീട് 2.5 വർഷക്കാലം ഇതിനു മുന്നേ 2.5 വർഷക്കാലമായിട്ടുള്ള ഇവിടെ എടുക്കാൻ ആരംഭിച്ചിട്ട് അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആളുകൾക്ക്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നുമല്ലോ, വീട് എടുക്കുന്നൊക്കെ ആൾ കാണുന്നതല്ലേ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടൊരു കഥയുണ്ടാക്കി ഒരു ഡാമേജ് ചെയ്യാണ് നിങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, വികസന സംവാദത്തിന് ഇവർ സന്നദ്ധമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം, ഈ 5 വർഷക്കാലം നമുക്കൊരു സംവാദം ഞാൻ സന്നദ്ധമല്ല. വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള സംവാദം തയ്യാറല്ല. ഇപ്പോൾ വ്യക്തിപരമായി ഫാബ്രിക്കേറ്റ് ചെയ്ത് കെട്ടിച്ചമച്ച കാര്യങ്ങൾ ഉണ്ടാക്കി ഒരു അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട്. പക്ഷെ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, അഴീക്കോട് LDFനെതിരെ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നാൽ അത് വിലപ്പോകുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഈ വ്യക്തിപരമായ ഈ ആക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ കമ്മീഷൻ അടിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടോ മനസ്സിൽ? അല്ല, സ്വാഭാവികമായിട്ട് നമുക്കത് വരുമല്ലോ. കാരണം നമ്മൾ സിൻസിയറായിട്ട് നമുക്കിപ്പോൾ അതിൽ ഈ ഒരു നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം, നമ്മൾ നിർവഹിക്കുന്ന ഒരു ചുമതല, ആ ചുമതലയിൽ ഞാൻ പഞ്ചായത്ത് മെമ്പർ മുതലായിട്ട് ആരംഭിച്ചതാണ്, അല്ലാതെ ഇപ്പോൾ MLA ആയതല്ല. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞാൻ ചേകളായി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു 5 വർഷക്കാലം. അപ്പോൾ തുടക്കത്തിലൊക്കെ എനിക്ക് ചെറിയ ഇത് പഠിച്ച് വരാനൊക്കെ ഉള്ളൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കറക്റ്റായിട്ട് എനിക്കറിയാം, നമ്മളൊരു ആദർശത്തിലാണല്ലോ, ഒരു ഐഡിയോളജി നമുക്കുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇറങ്ങുമ്പോൾ പൊതുപണം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത് എന്ന് സംബന്ധിച്ചൊക്കെ. അതിപ്പോൾ ഈ അഴീക്കോട് മണ്ഡലത്തിൽ ഈ വർക്കെല്ലാം ഏറ്റെടുത്ത ഒരുപാട് കരാറുകാരുണ്ടാവില്ലേ, അത് ഇനി വേണേൽ രഹസ്യമായിട്ട് അവരോട് ചോദിക്കാമല്ലോ. പല കഥകളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എന്നാൽ പിന്നെ അവരോട് ചോദിക്കാമല്ലോ, ഈ MLA ഈ വർക്ക് എടുത്തിട്ട് ഇത്ര പൈസ ഞങ്ങൾക്ക് തരണം എന്ന് ഏതെങ്കിലും ഒരാൾ പറയുമോ? അങ്ങനെ പറയാൻ പറ്റുന്ന അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പറയട്ടെ, MLA ഇങ്ങനെ പറഞ്ഞു എനിക്ക് 50% തരണം എന്ന്. ഇതെന്ന് വെച്ചാൽ വളരെ കൃത്യമായ ഒരു അജണ്ടയാണത്, വളരെ ആസൂത്രിതമായ ഒരു അജണ്ട. ആ അജണ്ട സൃഷ്ടിച്ച് മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. എനിക്കതിൽ ഒരർത്ഥത്തിലുള്ള ഇതില്ല. വ്യക്തിപരമായ പ്രയാസം നമുക്ക് തോന്നും. കാരണം നമ്മൾ ഇത്രയും സിൻസിയറായിട്ട് ഇടപെട്ടിട്ട് നമ്മളെ ഒരു മോശമാക്കുകയാണല്ലോ എന്നൊരു തലത്തിൽ. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഇത് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി ഇതിൻ്റെ ഒരു ഉദ്ദേശം നടത്തിയ വികസന നേട്ടങ്ങളെക്കുറിച്ചല്ല, വികസന കാര്യങ്ങളെക്കുറിച്ചല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഈ പാർട്ടികളിലെല്ലാം MLA-മാരും അല്ല, അവരുടെ മുൻ MLA ഒക്കെ ഇരുന്ന മണ്ഡലമാണ്. അവരിങ്ങനെയാണോ ചെയ്തത് അവരിങ്ങനെയാണോ അവർ ജനങ്ങളോട് പറയട്ടെ. ഇങ്ങനെയാണോ അവർ കാര്യങ്ങൾ ചെയ്തത്? അവരുടെ വാർഡ് മെമ്പർ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അവരുടെ MLA, അവരുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് അവരോട് ജനങ്ങളോട് പറയണ്ടേ?